ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഇന്നൊരു വീക്ക് ഡേ ആണ്. പേഴ്സണലി എനിക്കൊരു ബാഡ് ആയിട്ടുള്ള ഡേ ആണ്. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ ഇന്നലെ മോർണിംഗിൽ ഇട്ടതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഡേയും കഴിഞ്ഞു, കുറേ മണിക്കൂറും ഇതുവരെ അത് അപ്ലോഡായില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് അത്ര പോരാന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഉള്ള ഡേ ആണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ പല്ല് ഭയങ്കര വേദനയായിരുന്നു. എന്തോ പറ്റിയെന്നറിയില്ല, എന്തോ പ്രശ്നം വന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് എത്ര പേർക്ക് വിളിച്ചു ചോദിച്ചു. ഒരു ഡോക്ടറിനെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് അവസാനം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡോക്ടറിനെ കിട്ടി. പിന്നെ പുള്ളി ഇന്ന് 5:15 നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഇവിടെ എടുക്കില്ല നമ്മളെ. സോ അങ്ങോട്ടേക്ക് പോവാ. ലെറ്റ്സ് ഗോ. കോപ്പനിക്കിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ട്രെയിൻ കിട്ടുള്ളൂ, ട്രെയിൻ സ്റ്റേഷനുള്ളൂ. ഇവിടുന്ന് 5 മിനിറ്റ്സേ ഉള്ളൂ. സോ ഫസ്റ്റിലെ ട്രാം വന്നു, ബസ്സും ട്രാമും എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ ഫസ്റ്റിലെ വന്ന ട്രാമാണ്. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ കയറി കോപ്പനിക്ക് ഇറങ്ങാന്ന് വെച്ചു. കോപ്പനിക്ക് എത്തി ഞങ്ങൾ. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ മന്തിൽ സിം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സിമ്മാണ് O2. അപ്പോൾ ഈ മന്തിൽ ഞങ്ങൾക്ക് ബില്ല് വന്നു, അതിന് €61. മന്ത്ലി അടയ്ക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞങ്ങൾ എടുത്തത്, പക്ഷെ ഇപ്പം ഇങ്ങനെ ബില്ല് വന്നു. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഇവിടെ ചോദിച്ചിട്ട് നമ്മൾ ട്രെയിൻ പിടിച്ച് നമ്മളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകും. അങ്ങനെ അതിലൂടെ അവിടത്തേക്ക് വന്നതാണ്. നല്ല ഭംഗിയില്ലേ കോപ്പനിക്ക്? ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ നല്ല ഭംഗിയാണ്. ക്രോസ് ചെയ്യാം, നമ്മുടെ ക്രോസ് ചെയ്യണം. സിഗ്നലായി. ഇവിടെ സിഗ്നലിൽ മാത്രമേ ക്രോസ് ചെയ്യാവൂ, അല്ലാണ്ട് ക്രോസ് ചെയ്താൽ ഫൈനൊക്കെ ഉണ്ടാവും. ഞങ്ങളങ്ങനെ O2 ഇറങ്ങി. അപ്പോൾ ഇവിടെ സിം എടുക്കുമ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മളെ കോൺട്രാക്ട് ഫീസും ഇവിടുത്തെ ടാക്സും എല്ലാം കൂടെ ആയിട്ട് അടയ്ക്കണം. അതായിരുന്നു വന്നത്. അഖിൽ വിചാരിച്ച് എൻ്റെത് ആ മാട്ടയുടെ നമ്പർ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അഖിൽ വിളിക്കുമ്പോൾ റോമിംഗ് ആണല്ലോ, അതിൻ്റെ ഫീസാണെന്ന് കരുതിയാൽ ഡൗട്ടായത്. അങ്ങനെ ഞങ്ങൾ വന്ന് ചോദിച്ചത്. അപ്പം ഈ മന്ത് മാത്രം അത്ര അടച്ചാൽ മതി, നെക്സ്റ്റ് മന്ത് മുതൽ അത്ര അടയ്ക്കണ്ട. നല്ല ഒരു ഇരട്ടിയായിട്ടുള്ള ഒരു എമൗണ്ടാണ് നമുക്ക് വന്നത്. അപ്പോൾ ഫുൾ ഡൗട്ടായി, ഇനി മന്ത്ലി ഇങ്ങനെ അടയ്ക്കണമെന്ന്. അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്തു. ഓസ്ക്രൂസിലെത്തി. ഇനി ഇവിടുന്ന് നമ്മളടുത്ത ട്രെയിൻ കയറണം അല്ലേ? കഴിഞ്ഞ വട്ടം നമ്മൾ ഓസ്ബനാഫിലായിരുന്നു, ഇപ്പം നമ്മൾ ഓസ്ക്രൂസ്. ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പ് ഓസ്ബനാഫ്. ഇതിവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനുള്ളിൽ തന്നെ നല്ല കോഫി ഷോപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ട്രെയിൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? എനിക്ക് നമ്മുടെ നാട്ടിലെ KSRTC പോലെ അതേ കളർ കോമ്പിനേഷൻ, അതേ മാതിരിയുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ വെള്ളത്തിന് തന്നെ നല്ല കട്ടിയാണ്. നാട്ടിലൊക്കെ സൈക്കിൾ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ജർമ്മനി നല്ല സൈക്കിളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്, വൺ ഓഫ് ദ കൺട്രിയാണ്. നെതർലൻഡ്സും അതുമാതിരിയാ. ഇവിടെ സൈക്കിൾ, നമ്മുടെ നാട്ടിലൊക്കെ വണ്ടിയൊക്കെ മോഷണം പോകുന്നതാണൊക്കെ ഇവിടെ സൈക്കിളൊക്കെ മോഷ്ടിക്കുന്ന ആളുകൾ. അതുകൊണ്ട് എല്ലാവരും ലോക്ക് ചെയ്തൊക്കെയാണ് വെക്കുന്നത്. ഇനി ഒരു ബസ്സും കൂടെ പിടിച്ചിട്ട് വേണം നമ്മളെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എത്താൻ. അപ്പം ഇങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു വ്യൂസ്, ട്രെയിനും ആ സ്കൈയും എല്ലാം കൂടെ കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ ആ പ്ലേസ് എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ DM എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് മേടിക്കണം. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ പോയിട്ട് വന്നപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തീർന്നു ഓൾമോസ്റ്റ്. സോ ഇനി അത് മേടിക്കണം. അതിനുവേണ്ടി ഇങ്ങോട്ട് കയറാം. ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ ബുദ്ധനെ കണ്ടു. നല്ല ഭംഗിയുണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ട്. നൈസ്. എടുക്കല്ലേ? പറഞ്ഞു എടുക്കാം. ഇത് വേണ്ട, ഇതൊക്കെ എനിക്കിതാ ഇഷ്ടമായ. I like this. But I like this. No, you can take this. നിങ്ങൾ പറ ഗൈസ്, ഇതിനകത്ത് ഏതാ നല്ലത്? എനിക്കിതാ ഇഷ്ടമായ. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? എന്നാൽ നമ്മുടെ എലിഫന്റ് ഇതിന് €4.25. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാം കിട്ടും. പിന്നെ സ്കിൻ കെയർ അതുമാതിരി ഉള്ളത് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാം
തന്നെ ഇവിടെ ഉണ്ട്. ഭയങ്കര അഫോർഡബിളായിട്ട് കിട്ടും. ഇവിടെ സ്കിൻ കെയർ ആയാലും എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും. DMൻ്റെ ഒരു ഇവിടുത്തെ മാത്രം ഒരു വ്ളോഗ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് അല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോട്ടോ ഇതേക്കൂടെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ചെന്ന് പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഫൈനലി നമ്മൾ നോക്കി നടന്ന സാധനം കിട്ടി. ഇവിടെ ഇങ്ങനെ വൈറ്റമിൻസിൻ്റെ വെള്ളത്തിലിട്ട് കലക്കി കുടിക്കുന്ന ഇതുണ്ട്. എല്ലാ വൈറ്റമിനും ഉള്ളതുണ്ട്. മൾട്ടി വൈറ്റമിൻ, കാൽസ്യം. ഇതൊരു ജസ്റ്റ് ഒരു ഇതേമാതിരി ഒരു ഇതാണ്. അത് വെള്ളത്തിലിങ്ങനെ കലക്കി വെച്ച് കുടിക്കാൻ പറ്റും. നമ്മളിന്ന് ഒരുപാട് നേരത്തെ അവിടെ എത്തിയത്. നമുക്ക് 5:15 അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ചുമ്മാ ഇവിടെ DMലൊക്കെ കയറി വെറുതെ എന്തൊക്കെയോ മേടിച്ചു. നിങ്ങൾ ഗസ് ചെയ്യും ഞാനകത്ത് ഏത് ബുദ്ധനെ എടുത്തേന്നേ, നിങ്ങൾ പറ. ഇവിടെ നൈക്കിൽ കയറുന്നുണ്ടോ? അപ്പുറത്താ നൈക്ക്. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു ബിൽഡിംഗ്. കുറേ ഇവിടെയൊക്കെ നടന്ന് ഇവിടുന്നും എങ്കിലും എടുത്തില്ല. ഔട്ട്ലെറ്റിലാണ് ഇതിലും വിലക്കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഔട്ട്ലെറ്റിലാണ് ഇവിടെ വിലക്കുറവ്. നൈക്കിൻ്റെ ഒക്കെ റീഫർബിഷ്ഡ് എന്നൊക്കെ കിട്ടി. ഇതിനി എല്ലാം ഡോച്ചിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നുമില്ല. ഇറങ്ങാം. ഓക്കെ, നല്ല ഭംഗിയില്ലേ ഈ ക്ലോക്ക് കാണാൻ. എനിക്കിവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആണ്. ഇതൊരു ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ക്ലിനിക്കാണ്. ഫ്രണ്ടിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അങ്ങനെ അവർ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മളെ ഇൻഷുറൻസ് കാർഡും കൊടുത്തു, നമ്മുടെ അഡ്രസ്സ്, പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതെല്ലാം നമ്മൾ എഗ്രി ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കയറ്റി എക്സ്റേ എടുത്തു. അത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രശ്നം എന്നും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ചെക്ക് ചെയ്തത്. അവിടെ നോർമലി അവിടെ കിടത്തി അവർ ഫുൾ ചെക്ക് ചെയ്തു. ഡോക്ടറിനെ കണ്ടു. എനിക്കൊരു പല്ല് ഇവിടെ എടുക്കാനുണ്ട്. അതിൻ്റെ വിസ്ഡം ടീത്ത് ഉണ്ടല്ലോ, അതെടുക്കാനുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സർജനായിട്ട് റെഫർ ചെയ്ത് തന്നു. അപ്പോൾ സർജനെ കണ്ട് പുള്ളിയായി എടുക്കത്തോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇവിടെ ഫീസൊന്നും ആയിട്ടില്ല, ഫ്രീ ആയിരുന്നു. നമുക്കൊന്നും കൊടുക്കേണ്ടി ഒന്നുമില്ല, ഫുൾ ഫ്രീ ആയിരുന്നു. കാരണം നമുക്ക് ഇവിടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒന്നും കൊടുക്കേണ്ടി ഒന്നും വന്നില്ല. സർജനും കൊടുക്കേണ്ടി വരില്ലായിരിക്കും അന്നേരം. ഇനി അപ്പോയിൻമെൻറ്റ് അവിടെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം, എന്നാലേ സർജനെ കാണാൻ പറ്റൂ. ഇവിടെ എല്ലാം അപ്പോയിൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ എക്സ്റേ എടുത്തിട്ടാണ് അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം മാലയും കമ്മലും എല്ലാം അവർ ഒരുമിച്ച് കൊള്ളാം. ഇവിടുത്തെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. വൈകിട്ടായതുകൊണ്ട് സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിലും ഇങ്ങനെ ഒരു ഗോപുരം മുകളിൽ കാണും. മിക്ക ബിൽഡിങ്സിലും ഞാനിവിടെ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരിത് എന്താണെന്നറിയില്ല. അത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രോപ്പറിൽ വെച്ചേക്കും പത്തിയോ അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിനാണെങ്കിൽ 50 സെന്റിനൊക്കെ കിട്ടും. ഇവിടെ 2.4 യൂറോ. ഭയങ്കര കത്തി. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ 2 പെൺകുട്ടികൾ ഇങ്ങനെ വയലിൻ വായിക്കുന്നത്. ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ വായിക്കുന്നവർ അതിലിങ്ങനെ ഇറങ്ങിച്ചെന്ന് അവർ ഫീൽ ചെയ്ത് വായിക്കുന്നതിനൊക്കെ ഉണ്ട്. സോ ഫൈനലി നമ്മൾ വീടെത്തി. അപ്പോയിൻമെൻ്റൊക്കെ കഴിഞ്ഞു, വീടെത്തി. നമ്മളെ വീട്ടിൻ്റെ ആ ഒരു പരിസരമൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ഇവിടെ എല്ലാ വീട്ടിലും പൂക്കളും, അത് പൂക്കൾ കുറച്ചൊന്നുമല്ല, ഒരുപാട് പൂക്കൾ പൂത്ത് കൊലച്ച് കിടക്കുക.
ഭയങ്കര നല്ല കണക്ക് അവർ കെയർ ചെയ്യുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പൂത്ത് നിൽക്കില്ലല്ലോ. ഞാൻ കാണിച്ചു തരുന്നുണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. ഒരു ചെറിയ കുട്ടി വീഡിയോ ആയിരുന്നു. സോ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.